നല്ല സിനിമകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ ഡയറക്ടർമാർ എന്നെ വിളിച്ചു തന്നിട്ടുള്ള പടങ്ങളാണ്. ഇപ്പൊ പൃഥ്വിയും മമ്മൂക്കയും ദുൽഖറൊന്നും അങ്ങനെയല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വയറിൽ തൊട്ടാ കൊച്ചുണ്ടാവുന്ന. ഓ ശരി. വയറിൽ തൊടുന്ന സീൻ കാണിച്ച പിന്നെ അമ്മ ഞാൻ നശിച്ചു. തമിഴില് ഉമ്മ വാസ് ദ തിങ്. എനിക്ക് ഉമ്മ So how you become friend with Vijay? Vijay also very shy. Vijay also very reserved person. Now you are like ഫസ്റ്റ് ദിവസം എടുക്കണത് വലിയ പേജ് ഡയലോഗാണ്. കാരണം അത് റെഡിയാവുണ്ടോന്നാണ് അവര് നോക്കുന്നത്. ഇതിലേക്ക് പറഞ്ഞു നോക്കുമ്പോ സൗബിനും സുരാജും. പിന്നെ സൗബിന് എന്താണ് പ്രശ്നത്തില്? ഇവിടെ ഒരു പണിയും തന്നിട്ടാ പോയെന്ന് പറയും. കണ്ട കഥ വളരെ സന്തോഷം കണ്ടതിൽ. താങ്ക് യു. ഷൈൻ നമ്മളുടെ 10 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. സോറി ഫോർ യു ലോസ്. പക്ഷേ വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ. MC ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ട് നമുക്ക് കതിർന്ന് തന്നെ തുടങ്ങാം. കാരണം പുള്ളിയുടെ ആദ്യത്തെ മലയാള സിനിമ തന്നെയാണ്. വിജയ് സാറുമായി വളരെ അടുപ്പുള്ളൊരു ആളാണ് കതിർ എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പരിചയ ലെവൽ? വിജയന നല്ല ക്ലോസ് ആണ്. ലൈക്ക് ബിഫോർ ബിഗിലുക്ക് മുன்னாடியே ഐ നോ വിജയ് സർ. ലൈക്ക് ബിക്കോസ് മൈ ബ്രദർ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിജയ് സർ. ஸோ ரொம்ப நல்லா தெரியும். எனக்கு பிகில் ஷூட் வந்து இட்ஸ் லைக் அட்லீனா இஸ் ஆல்சோ க்ளோஸ், விஜய்னா இஸ் ஆல்சோ க்ளோஸ். ஒரு ஜாலி ஃபன் திங் தான். அண்ட் ஹி ஹேஸ் டூ பர்சனாலிட்டிஸ் வேர் ஒர்க் வரப்போ ஹில் பி வெரி பட் ஆனால் ரொம்ப இப்போ இந்த மீம்ஸ் எல்லாம் ரொம்ப சேட்டைக்கார பையன் அப்படிங்கிற மாதிரி. ஸோ ஹீ இஸ் வெரி ஸ்வீட் ஆஃப் ஸ்க்ரீன். ഈ കഥാപാത്രങ്ങളിൽ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കതിർ ഒരു പ്രത്യേക ഇത് കീപ്പ് ചെയ്യാറുണ്ട്. ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അത് കതിറിന് പറ്റിയ സ്ക്രിപ്റ്റ് ആണെന്ന് ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? எனக்கு ஃபர்ஸ்ட் திங் ஏதாச்சும் இன்ட்ரெஸ்டிங்காக இருக்கா அப்படிங்கிறது ஒன் திங் ஐ ட்ரை டு சி. அது ஆடியன்ஸாக ஒரு ட்ரெய்லர் ரிலீஸ் ஆகிறப்போ விச் வில் புல் த ஆடியன்ஸ் இன்சைட் டு சி த ஃபிலிம் அண்ட் வாட் ஐ ஹாவ் டு பர்ஃபார்ம். தட் மெயின் 3 திங்ஸ் ஐ சி. அண்ட் எல்லா ஜட்ஜ்மெண்ட்டும் கரெக்டாலாம் இருக்கிறது இல்லை. ஐ ஒன்லி லேர்ன்ட் ஃப்ரம் மை எக்ஸ்பீரியன்ஸ். பரியரும் பெருமாள் ஐ தாட் இட் வில் பி அ வெரி குட் ஃபிலிம். அண்ட் எல்லா படம் நான் பண்ணுறதும் ஐ திங்க் இட் ஷுட் பி அ குட் ஃபிலிம்னு தான். பட் சம் ஒர்க் சம் டசன்ட் ஒர்க். அவ்வளோதான் அதோட. மீஷா ஆல்சோ 2 திங்ஸ் ஐ சா. ஒன், ஐ ஹேட் 2 வேரியேஷன்ஸ் டு பர்ஃபார்ம். இப்போது ஒரு புதிய இண்டஸ்ட்ரி, புது லாங்குவேஜ், அந்த கேரக்டரில் ஏதாச்சும் இருக்கணும் காமிக்கிறதுக்கு. ஸோ தட் வாஸ் த ஃபர்ஸ்ட் திங். அண்ட் ஒன் மோர் திங், த வேர்ல்ட் அந்த ஃப்ரெண்ட்ஷிப்போட பேஸ் பண்ணது இது எல்லாமே இட் வாஸ் நியூ. மலையாளத்தில் இந்த லைஃப் ഓഡിയൻസ് ആർ സെലിബ്രേറ്റിംഗ്. അതുதான் ഫസ്റ്റ് ഇൻട്രിഗിങ് പോയിന്റ്. ഷൈൻ്റെ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും ഒരു തീവ്രത ഉണ്ടാവും, ഒരു എനർജി ഇതുണ്ടാവും. ഇത് ഒരു സിനിമ കിട്ടുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ഹോംവർക്ക് ആണോ, അല്ലെങ്കിൽ ഷൈനിൽ തന്നെ ഉള്ള ഒരു എനർജിയാണോ ഈ സാധനം? നല്ല സിനിമകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ ഡയറക്ടർമാർ എന്നെ വിളിച്ചു തന്നിട്ടുള്ള പടങ്ങളാണ്. അല്ലാതെ നമ്മളായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടോ നമ്മളായിട്ട് ചൂസ് ചെയ്തിട്ടോ ഉള്ളതല്ല. MC-യുടെ കേസിൽ MC പടം ചെയ്യുന്നതിന് മുന്നേ ഒരു പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ഫിലിം ചെയ്യുന്ന അതേപോലത്തെ പരിപാടിയിലാണ്. അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. പിന്നീട് അതിൻ്റെ ഡബ്ബിങ്ങിന് വന്നപ്പോഴും പിന്നീട് അതിൻ്റെ ലോഞ്ചിന് വന്നപ്പോഴും അതൊരു മൂവിയുടെ സ്റ്റൈലിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി പുതിയൊരു മേക്കർ ഉണ്ടാവുകയാണ്. ജോസഫിൻ്റെ ഒരു പടം കിട്ടും എന്നുള്ളത് പിന്നീട് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് വികൃതി എന്നുള്ള പടം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു MC ജോസഫ്. അപ്പോൾ അതാ ജോസഫ് തന്നെയാണല്ലോ. നോക്കുമ്പോൾ സൗബിനും സുരാജും. നേരം ഞാൻ വെയിറ്റ് ചെയ്ത വെറുതെ. എന്നെ മറന്നു പോയതാണോ? പിന്നെ സൗബിന് എന്താണ് പ്രശ്നത്തില്? സൗബിനാണോ ഇത് ചെയ്യുന്നത്? സുരാജേട്ടനാണ് ചെയ്യണേന്ന്. അപ്പൊ സൗബിനാണ് ഇത് ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് വിടുന്നത്. അപ്പൊ അത്രയും മോശം ക്യാരക്ടർ, അത് കാരണമായിരിക്കും എന്നെ വിളിക്കാതിരുന്നത്. അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലാണ് സമാധാനായോ? ഓർമ്മയുണ്ട്, മറന്നുപോയിട്ടില്ല. ഈ ആക്സിഡന്റിനൊക്കെ ശേഷം MC വന്നപ്പോൾ പറഞ്ഞു, MC ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടിയന്തരം നടത്താൻ വേണ്ടി
കാശ്, അതായത് ഒരു അപ്പൻ വയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് പടം തുടങ്ങുന്നത്. അപ്പം ഇവൻ്റെ ആഗ്രഹം നാട്ടിലെ പ്രമാണിമാരെ പോലെ അപ്പൻ്റെ അടക്കം നടത്തണം. MC ഇതൊക്കെ പറയുന്ന പോലെയൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു അതിലൊരു സീനുണ്ടേ, ഞാൻ ഒരു വേട്ടക്കാരനാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു വഴിക്ക് കാട്ടുപോത്തിനെ വെടിവെക്കാൻ പോയിട്ട് അത് മിസ്സായി പോയി, കാട്ടുപോക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ കുത്തണ സമയമാകുമ്പോഴേക്കും ഞാൻ ഒരു പൊന്തക്കാട്ടിക്ക് മറിഞ്ഞു എന്നാ പറയണം. പക്ഷെ ആ മരത്തിന്റെ പൊത്തി കൂടെ അതിന്റെ കൊമ്പ് തുളച്ചു കയറി ഇവിടെ ഒരു പണിയും തന്നിട്ടാ പോയെന്ന് പറയും. ഓ അതെ, അതേപോലെ തന്നെ ഒരു സീനില് ഇങ്ങനെ ഉയർത്തിയിട്ട് കണ്ടാ ശരി, കൊമ്പ് മരത്തുമെന്ന് കുത്തി കയറി അപ്പുറത്തേക്ക് വന്നിട്ട് കോറിയിട്ടുള്ളതാ. അതേപോലത്തെ ഒരു മുറിവുണ്ടല്ലോ. അപ്പൊ MC എനിക്ക് പലപ്പോഴും ഞാൻ പണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ സിനിമയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ കുറേ വിശ്വാസങ്ങളുണ്ടല്ലോ, പക്ഷെ അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഇപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഒക്കെ തന്നെയാണല്ലോ നമ്മൾ പടമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ സിനിമയിൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഇപ്പോൾ இதுக்கப்புறம் MC சார் ஒரு எது ஃபைட்டு அடி இது இருக்க போர்ஷன்ஸ் ஆர்டிஸ்ட் யாரும் MC சார் ஸ்கிரிப்ட்ல என்ன இருக்கோ அது ரியல் லைஃப்ல நடக்கும். നെക്സ്റ്റ് MC സാറോട് ഫുള്ള് റൊമാൻസ് ബുദ്ധിമുട്ടില്ല. നോക്കുമ്പോ ഒരു ഒറ്റ പെൺകുട്ടികളും ഇല്ല. ഞാൻ പടത്തിൽ നോക്കുമ്പോ ഒരു പെൺകുട്ടികളും ഇല്ല. ഇവരുടെ പോർഷനിൽ മാത്രം ഒരു പെൺകുട്ടി ഒരു തുണി ഇങ്ങനെ അലക്കിയിടണം ഞാൻ കണ്ടത്. ബാക്കിയൊക്കെ ഇത്തിരി ടഫായിട്ടുള്ള സീൻ. അതൊക്കെ രണ്ട് കോമ്പറ്റീഷൻ പിന്നെ ഇനി അങ്ങോട്ടുള്ള കുറച്ചും കൂടി ടഫാണ്. MC ഈ സിനിമയിൽ താങ്കൾ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ഷൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും കോംപ്ലിമെൻ്ററി ആണെങ്കിലും ഇത് തമ്മിൽ കൂട്ടിയിടിക്കരുത്. ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സിനിമ ചെയ്തപ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരുന്നത്? അത് വളരെ ശരിയാണത്. എഴുത്തിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു സംവിധായകൻ, ഇപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതേ വിഷയം. അപ്പോൾ സംവിധായകനെ നമ്മളിങ്ങനെ തള്ളി മാറ്റും. അതെ അതെ, കാരണം നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകും. ആ സീൻ എഴുതുന്ന സമയത്ത് ആ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകും. പക്ഷെ നമ്മളപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ മനഃപൂർവ്വം എഴുതാണ്ടിരിക്കുക, അല്ലെങ്കിൽ എഴുത്ത് വളരെ കാട് കയറിപ്പോകും. അപ്പോൾ നമ്മൾ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യും സംവിധായകനെ. പക്ഷെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു ശരിക്കും പറഞ്ഞൊരു ചലഞ്ചായിട്ട് തോന്നാറുണ്ട്. കാരണം വരുന്നതിനെ പിന്നെ നമുക്ക് കിട്ടത്തില്ല ചിലപ്പോൾ, ആ വരുന്ന നെറേറ്റീവ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ എഴുത്തിൽ അത് ഉൾപ്പെടുത്താതെ ചിലപ്പോൾ ഒരു വോയിസ് നോട്ട് ഇട്ട് വെക്കും. ആ സീൻ ഇങ്ങനെ പിന്നീട് അതിനായിട്ട് റീകളക്ട് ചെയ്യാൻ ഒരു സംവിധായകന് വേണ്ട നോട്ട്സ് അതാണ്. എന്നിട്ട് അത് അവിടെ ഇങ്ങനെ വോയിസ് നോട്ട് ഇട്ട് വെക്കും. സീൻ നമ്പർ ഇത് ഇങ്ങനെ ആയിരിക്കാൻ ഒരു ടേക്കിങ്സും പോവുക, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇതായിരിക്കാമെന്ന് വോയിസ് നോട്ട് ഇട്ട് വെക്കും. എഴുത്തിലത് എന്നിട്ട് അത് ശബ്ദിക്കില്ല. ബിക്കോസ് ആ സ്ക്രീൻ പ്ലേ റൈറ്റർ എന്നുള്ളത് തന്നെ പിന്തുടരും. അങ്ങനെയായിരുന്നു ഞാനതിനെ മാനേജ് ചെയ്തത്. കാരണം ഇത് വരുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. നമ്മളിലേക്ക് തന്നെയല്ലേ ഇത് രണ്ടും വരുന്നത്. കതിർ ഒരു തമിഴ് ആക്ടറാണ്. അപ്പോൾ കതിറിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും ചിലപ്പോൾ തമിഴായിരിക്കും, ആക്ഷൻസ് തമിഴായിരിക്കും, നോട്ടം വരെ തമിഴായിരിക്കും. ഇതിലെനിക്ക് തോന്നുന്നു ഇതിലെ ക്യാരക്ടർ ഒരുപക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു തമിഴ്നാട്ടുകാരനായിട്ടാണ് കതിർ വരുന്നത്. അപ്പം മലയാളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നോ അല്ലെങ്കിൽ ഒരു തമിഴ് ആളുടെ ബോഡി ലാംഗ്വേജ് ആയിരുന്നോ കതിറിന് ഇതിന് കൊടുത്തിരുന്നത്? അത് എളുപ്പമായിരുന്നോ? இல்ல ஒன் மோர் கன்ஃபியூஸ். ஐ வாஸ் இட்செல்ஃப் கன்ஃபியூஸ்ட். எது பண்ணணும் இல்ல, மலையாளத்திலும் இல்லாம தமிழும் இல்லாம we have done something. அது ரெண்டுத்துக்கும் in betweenல it came. But it is interesting. ஒரு new language, new body language. So எல்லா ஷாட்டும் I'll go ask MC sir, இது மலையாள மாதிரி இருக்கா? സോ മലയാളത്തിലെ സട്ടിൽ പെർഫോമൻസ്, ഇൻറ്റൻസ് ആയിട്ടുള്ള പെർഫോമൻസും സട്ടിലായിട്ടുണ്ടല്ലേ. സോ ഐ വിൽ ആസ്ക് എവ്രി സീൻ. അപ്പോൾ ആൻഡ് ഒരു സീനും ലൈക്ക് ഫോർ എക്സാമ്പിൾ നവറ ഇസ് ദിസ് വേ. തമിഴിലെ നവറ, മലയാളത്തിലെ മാറ. ഹാൻഡ് ആക്ഷനും സോ MC sir is like, മലയാളത്തിലെ മാറ മീൻസ് ലൈക്ക് ദിസ് they will tell, then he's like it's okay. I said like there's only one more. അത് ഷോട്ട് കഴിഞ്ഞ് we went for the next shot. Then I went and asked MC sir, ഇല്ല അതൊന്നും കുഴപ്പമില്ല, അത് okay then. I said like at least let's do once and keep. അത് എഡിറ്റിൽ whatever you want to keep you keep, but I tried to match maximum of being a മലയാളി. ഇത് മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ
ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിൽ വന്ന് അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഷൈനാണെങ്കിലും ചെയ്യുന്നുണ്ട്, കതിർ ഇപ്പോൾ ദാ തമിഴ് ചെയ്യുന്നു. തമിഴ് തെലുങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ കതിർ മലയാളത്തിൽ വന്ന് ചെയ്യുന്നു. അത് എത്രമാത്രം ഒരു ചാലഞ്ചിങ് ആണെന്ന് സത്യത്തിൽ എനിക്ക് ഒരു ലേണിംഗ് ആയിരുന്നു ഈ സിനിമയിൽ. കാരണം കതിർ വന്ന് ഭാഷയിൽ ഭാഷ മാത്രമല്ല പ്രശ്നം, സംസ്കാരം മാറുകയല്ലേ, എല്ലാം മാറുകയാണ്, നമ്മുടെ എല്ലാ മീറ്ററൊക്കെ മാറുക. പിന്നെ അഭിനയത്തിന്റെ മീറ്ററിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ മലയാളം സിനിമയിൽ നിന്ന് പോകാൻ ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള ഒരു മീറ്റർ ഉണ്ട് പെർഫോമൻസിൽ. അത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഭാഷയുടെ ഇൻഫ്ലുവൻസ്, സംസ്കാരത്തിൻ്റെ ഇൻഫ്ലുവൻസ്, നമ്മുടെ ചേഷ്ടകൾ ഒക്കെ മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഷൈനാണെങ്കിലും ഫഹദാണെങ്കിലും ഇപ്പോൾ നമ്മുടെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെല്ലാം മറ്റു ഭാഷയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവുന്ന വിധം അഭിനയിക്കുക എന്നുള്ളത് ചെറിയ ചലഞ്ചല്ല. ഇറ്റ്സ് വെരി ടഫ്. ഷൈൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നോ ഈ ഡയലോഗ് ഡെലിവറിയിലും കോമ്പിനേഷൻ സീൻസിലൊക്കെ? ഇല്ലില്ല, നമ്മൾ അവരെ മാക്സിമം കിൻഡൽ പെണ്ണാതിരിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും പല സെറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാള് ഒരു സംഭവം പറഞ്ഞ് ശരിയാവുന്നില്ല അല്ലെങ്കിൽ തെറ്റി തുടങ്ങിയാൽ ഡയറക്ടർക്ക് പോയി മോൾഡ് ചെയ്യാം. അതിനപ്പുറം വേറൊരാളും ഇപ്പൊ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന, പ്രോമിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കും പറയാം. അതിനപ്പുറത്തേക്ക് അടുത്ത് നിൽക്കുന്ന ആക്ടറും ചുറ്റും നിൽക്കുന്ന ആളുകളും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. കൺഫ്യൂസ്ഡ് എന്നല്ല, നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണേക്കാട് മുന്നേ പോവും. ഞാൻ ഫസ്റ്റ് ദിവസം ബാലയ്യയുടെ കൂടെ അഭിനയിക്കുന്ന ദാക്കു മഹാരാജില് ഫസ്റ്റ് സീൻ ഏതാ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പടത്തില് ബാലയ്യനെ പിടിക്കാൻ വന്നിട്ട് ബാലയ്യയുടെ ഒരു കസിനെ പോലെ പെരുമാറിയിട്ട്, എന്താ മാമ വീട്ടിൽ നിന്ന് പോയേ ഓരോടും പറയാതെ പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഇളകി കളിക്കുന്ന സീൻ. എനിക്കാണെങ്കിൽ ലാംഗ്വേജ് അങ്ങോട്ട് തീരെ വരുന്നില്ല. തമിഴല്ലല്ലോ, തെലുങ്ക്. തെലുങ്ക്. അവരിപ്പോ തമിഴിലേക്ക് മാറ്റി. ഇപ്പൊ തമിഴിലത് പറയാൻ കതിറിനും കൂടി മനസ്സിലാവും. എന്താ മാമ എങ്ങനെ അങ്ങനെ, മാമ എന്താ അങ്ങനെ പേടിച്ച് പോയി കളഞ്ഞ, മാമയാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എന്താ മാമ പറയാതെ പോയേ, വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയണു, മാമ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാ വരണ, മര്യാദക്ക് ഈ വണ്ടിയെ കയറിയില്ലെങ്കിൽ ഇപ്പൊ ഇവരെ മുന്നിൽ വെച്ചിട്ട് ഉച്ചയായിട്ട് എനിക്ക് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, ഡയറക്ടർ ഞാൻ പോവാണ്, എന്താ ചെയ്തിട്ട് ശരിയാവുന്നില്ല. എന്താണ്? അല്ല ലാംഗ്വേജ് ഒന്നും പ്രശ്നമില്ല, ആക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അതാണ് വേണ്ടത്. ഡബിങ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാന്ന്. അപ്പൊ അവരുടെ കോൺഫിഡൻസ് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ഭാഷയിൽ പോയിട്ടല്ല. അത് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ പൃഥ്വിയും മമ്മൂക്കയും ദുൽഖറൊന്നും അങ്ങനെയല്ല. അവര് തെലുങ്ക് നന്നായി പറയും, തമിഴാണെങ്കിലും നന്നായി പറയും. അവർക്ക് ലാംഗ്വേജിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പിന്നെ പെൺകുട്ടികളാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഏത് ഭാഷയാണെങ്കിലും പ്രശ്നമില്ല, പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാൻ പഠിക്കും. ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്ക് ആണെങ്കിലും കന്നഡയാണെങ്കിലും അവരവിടെ പ്രസന്റ് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ തന്നെ തെലുങ്കിലും ഒക്കെ പറയണേക്കാം. ഡയറക്ടർമാരുടെ കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് പുറമെ ഉള്ള പടങ്ങൾ. എനിക്ക് ദേവരയാണെങ്കിലും ദസരയാണെങ്കിലും ആദ്യമേ നമുക്ക് പറയാം എനിക്കൊരു അക്ഷരം ഈ ഭാഷ തെലുങ്ക് അറിയില്ല. എന്നിട്ട് ഫസ്റ്റ് ദിവസം എടുക്കണത് വലിയ പേജ് ഡയലോഗാണ്. കാരണം അത് റെഡി ആവുണ്ടോന്നാണ് അവര് നോക്കുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞു அங்க போனதுக்கு அப்புறம் ஐ கால் 20 days before called MC sir and it's like sir நான் ஒரு 4 days இதெல்லாம் ஃபுல் ஸ்கிரிப்ட் ரீடிங் மங்கிலீஷ்ல படிச்சு ஒரு സീനും ഒന്നും മണ്ടയില. ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ഒക്കെ കഴിച്ചു വായിച്ചു മംഗ്ലീഷിലേക്ക് കഴിഞ്ഞു. ഷൂട്ടിന് 20 ദിവസം മുമ്പ് நல்ல ஆர்டிஸ்ட் யாராச்சும் மலையாளம் பேசுற மாதிரி இது பண்ணிக்கோங்க. ஐ வில் ஸ்பாயில் யுவர் விஷன். இப்போ மொத்த படம் போகும். ஓ என்னோட 60% ലിപ് സിങ്ക് ഓക്കെ, ബാക്കി ഒന്നും കുഴപ്പമില്ല. Then after coming to Kochi, it's like 80% കൂടിയല്ലേ. ഇപ്പൊ സ്റ്റേക്ക് മീതി 20% മാത്രമുണ്ട്. somehow I'll put effort and 100%. ഈ മീശ അല്ലെ മീശ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു മെയിൽ പ്രതീകമാണ്, ഒരു മെയിൽ ഷോനിസത്തിൻ്റെ, ഷോനിസം എന്ന് ഞാൻ പറയില്ല, ഒരു മെയിൽ ഡോമിനൻസിൻ്റെ പ്രതീകമായിട്ടാണ് പണ്ട് മുതൽ മീശ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റിൽ അങ്ങനത്തെ ഒരു നറേഷൻ ഈ സിനിമയിൽ പോകുന്നുണ്ടോ? ഐ ടേക്ക് എந்த மாதிரி ஒரு இதுனா மீஷா ஆர் பியர்ட் மேல் இதுக்கு இருக்கு. இப்போ இன்னரில் ஒரு ஃபீலிங் உண்டல்ல, ஃபார் எக்ஸாம்பிள் ஒரு லவ்லி மூட், அப்போ நம்ம ட்ரெஸ்ஸிங் நம்மளோட லுக்கு எல்லாம் அந்த மாதிரி இருக்கும். லைக் தட் மீஷாவில் ஒவ்வொரு லுக்குக்கும் ஒவ்வொரு மீஷாக்கும் இன்சைட் தேர் இஸ் ஒன் ஃபீலிங். அண்ட்
உள்ள ஒன்று வச்சுட்டு வெளியில் காமிக்கிறதும் இட் வில் பி டிஃப்ரெண்ட். அதுதான் ஒருத்தரோட விஷுவல் ரெப்ரசன்டேஷன் ஆஃப் திஸ் திங் இஸ் அ கேரக்டர். எல்லாருக்கும் இப்போது நீங்கள் இந்த மாதிரி பியர்ட் வச்சுருக்கப்போ யூ மைட் லுக் இஃப் யூ வாண்ட் டு லுக் மோர் லவ்லி யூ வுட் ஹவ் மேபி ட்ரிம்ட் மோர். உங்கள் ஃபர்ஸ்ட் டேட்டுக்கு இப்படி போயிருக்க மாட்டேங்க. ஸோ அந்த மாதிரி இருக்கிறது. ஸோ தட் இஸ் ஹவ் ஐ டுக் മീശ ആസ് എ തിങ്. കുറച്ച് ആണുങ്ങളുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി ആണ് സൗഹൃദം സംസാരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരുമിച്ച് എന്തോ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം ഫ്രണ്ട്സ് ആണെന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുക. മറ്റേ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ്, ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സ്, അങ്ങനെ അല്ലാതെ നമ്മളുടെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് വളരെ ഹാർട്ട്ലി ക്ലോസർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ഉണ്ട്. റിയാലിറ്റിയിൽ അതാണ് ഫ്രണ്ട്സ് എന്നുള്ള ടേം അർത്ഥമാക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം ഒരു റിയൽ ഫ്രണ്ട്സിനെ കുറിച്ചുള്ളതാണ്. ഈ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇമോഷണലി അടുപ്പുണ്ടാവും. ഇമോഷണലി അടുപ്പ് വരുമ്പോൾ ഈ വൈകാരികമായ ബാധ്യതകളെല്ലാം കയറി വരും. അവിടെ പ്രതീക്ഷിച്ച പോലെ പെരുമാറിയില്ലെങ്കിൽ നിരാശ വരും, പിണക്കങ്ങളുണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, കൂടുതൽ സ്നേഹം വന്നാൽ ഒബ്സഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ, പ്രത്യേകിച്ച് ആൺ സൗഹൃദത്തിൻ്റെ ഇത്തരം വൾണറബിലിറ്റീസാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ കാര്യം പറയുമ്പോൾ പക്ഷേ അതിനോട് പറയാം, ഇപ്പം പല പൊതുവേദികളും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്. അതിൽ ഒരു മറ കീപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഒരു ഫിൽറ്റർ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ? ഫിൽറ്റർ വേണമെന്ന് തോന്നലെന്നാണല്ലോ ഫിൽറ്റർ ഇറങ്ങി തുടങ്ങിയത്. സിഗരറ്റിൽ പോലും ഫിൽറ്റർ വെച്ച് കളിക്കാറില്ല. അത് സിഗരറ്റിന് വരെ തോന്നി. അതുകൊണ്ട് ഫിൽറ്റർ വേണമെന്നല്ല, നമുക്ക് ഒരിക്കലും കൂട്ടുകാരെ ഫിൽറ്റർ ചെയ്തോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തോ എടുക്കാൻ പറ്റില്ല. അത് ഓരോ സിറ്റുവേഷനിലെ ഇങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായി വരുന്നതാണ്. അല്ല, ഞാൻ കൂട്ടുകാരുടെ കാര്യമല്ല ഷൈൻ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ പൊതുവേദിയിൽ ഇപ്പം മറ്റുള്ളവർ നമ്മളെ ഒരു സുഹൃത്തായിട്ടായിരിക്കും കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പക്ഷേ അത് അവരങ്ങനെ ആയിരിക്കില്ല എടുക്കുന്നത്. അത്തരം ഒരു എക്സ്പ്രഷനിൽ എപ്പോഴെങ്കിലും ഒരു ഫിൽറ്റർ വേണം തോന്നിയിരുന്നോ എന്നാണ് ചോദിച്ചത്. എനിക്കായിട്ട് തോന്നിയിട്ടില്ല. പിന്നീട് ആളുകൾ പറയുന്നത് കേൾക്കുന്നതും ആളുകളുടെ കമൻറ്റുകളിൽ നിന്നൊക്കെയാണ് നമ്മളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മളെപ്പോഴും മുന്നിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത് വായിക്കുകയും ഇത് കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ രഹസ്യമായിട്ട് ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കാനാണ് നമ്മളുടെ ഓരോ നീക്കങ്ങളും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സംസാരമാണെങ്കിലും നമ്മുടെ ചെയ്തികളാണെങ്കിലും നമ്മൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെങ്കിലും ഒരു മൂവി ആണെങ്കിലും, ബേസിക്കലി മൂവി ആളുകൾ കാണാൻ വരണമെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും നമ്മൾ മുഖവരയ്ക്ക് എടുത്തേ പറ്റൂ. കാരണം അവരാണ് ബേസിക്കലി ഇത് കാണേണ്ടത്. നമ്മളുണ്ടാക്കുന്ന മുടക്കം നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പോൾ മൂന്നാമതൊരാൾക്ക് എന്തൊക്കെ നമ്മൾ മാറ്റണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പറയാം. അത് നമുക്കും മാറ്റേണ്ടതായിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മാറേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളത് മാറി മുന്നേറും. ഷൈൻ സ്വയം ഒരു പ്രൊഡക്റ്റായിട്ട് പോർട്രേ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ ആക്ച്വലി. അതൊരു പേഴ്സണൽ ആണെന്ന് മാത്രം. എനിക്ക് അവർക്കത് അവർ പേഴ്സണൽ പോലെ കാണുന്നുണ്ട്. എന്നാൽ കൂടിയൊരു പ്രൊഡക്റ്റാണ്. ഒരു മൂവിയിലൂടെ കാണുന്ന കഥാപാത്രങ്ങളാണ് നമ്മൾ. അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ അങ്ങനെയും നമ്മുടെ മൂവിയിൽ വരുന്നതിന് മുന്നേ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. മരിച്ചുപോയ പല ആക്ടേഴ്സ് മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടില്ലേന്ന് വരെ എനിക്ക് ചില സമയത്ത് അറിയാറില്ല. ഞാൻ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യമല്ല പറയണേ, അല്ലെങ്കിൽ മുൻനിരയിലുള്ള ആളുകളുടെ കാര്യത്തിൽ തന്നെ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ പ്രേംനസീർ മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അടൂർ ബാസി മരിച്ചിട്ടുണ്ടോ, ഇവർ ജീവിച്ചിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കത് ചില സമയങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാതല്ല, അവരത് നോട്ടീസ് ചെയ്തിട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും സിനിമയിലെ താരങ്ങളാണ് അവർ, സ്ക്രീനിൽ ലൈവാണ്. ആർട്ടിസ്റ്റിന്റെ വിജയമാണ്. അതുകൊണ്ട് അവരതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പേഴ്സണലായിട്ട് എടുക്കാത്തതും കൂടി കൊണ്ടാണ്. അത് മൂവിയിൽ കാണുന്ന കഥാപാത്രങ്ങൾ അവരിപ്പോഴും ടി വിയിൽ സിനിമയിൽ വരുന്നുണ്ടല്ലോ അവർ. അപ്പോൾ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ളൂ എന്ന് പറയാം ഞാൻ. പക്ഷെ അതിൽ കൂടുതൽ മലയാളത്തിൽ ഇന്ന് ഒരാളുടെ പേഴ്സണൽ ലൈഫ് അവർ കൂടുതൽ അന്വേഷിക്കാറുണ്ട്. അതിൽ ബോധേഡാണ്. അതിൻ്റെ നല്ല വശങ്ങൾ വരുമ്പോൾ അവർ അപ്രീസിയേറ്റ് ചെയ്യാറുണ്ട്. മോശം വശങ്ങളിലൂടെ പോകുമ്പോൾ അവർ നമ്മളെ ചീത്ത വിളിക്കാറുണ്ട്. നന്നായി തിരിച്ചു വരുമ്പോൾ അവർ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞാൻ വിചാരിക്കും അതെന്തിനാണ് ഇവർ ഇത്രയും ഇൻറ്റൻസായിട്ട് വാച്ച് ചെയ്യണേന്ന്. പക്ഷേ അതൊരു പരിധി വരെ എനിക്ക് ഇഷ്ടവുമായിരിക്കാം. ഇപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് നമ്മളെ അങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. അതുകൊണ്ടാണ് ഒരു പരിധി കഴിയുമ്പോൾ
ഇപ്പോൾ മമ്മൂക്കയാണെങ്കിലും വലിയ താരങ്ങളാണെങ്കിലും ഈ സ്മോക്കിംഗ് സീനുകൾ പോലും കുറഞ്ഞു വരുന്നു അതെ അതെ. സിനിമയിൽ. അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. കാഴ്ചയിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ വരുന്നത്. ഇതേപോലെ തന്നെയാണ് തമിഴിലും ഭയങ്കര ഫാൻ ഫോളോയിങ് ആണ്. ഇപ്പം പൊളിറ്റിക്കലി വെച്ച് നോക്കിയാലും ഭയങ്കര, ഇപ്പം മേജർ പൊളിറ്റീഷ്യൻസ് എല്ലാം ആക്ടിങ് എന്ന് വന്നാണ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു സിനിമയിൽ അല്ലേ. പക്ഷേ ഒരു പാരലൽ മൂവി, ഒരു കുറച്ചുകൂടെ വലിയ ഹൈപ്പില്ലാത്ത പാരലൽ മൂവിക്ക് പണ്ടത്തെക്കാളും ഇപ്പോൾ ആക്സെപ്റ്റബിലിറ്റി ഉണ്ടോ തമിഴിൽ? It is getting better, like for the audience. For example, മലയാളത്തിൽ ലൈക്ക് കുറച്ച് സ്ലോ, നല്ല ലൈഫും നല്ല സെലിബ്രേഷനും ഇരുന്ന പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഇറ്റ്. തമിഴിൽ கொஞ்சம் ஒரு டான்ஸ், ஒரு ஃபைட்டு ப்ரொடக்ஷன்லேருந்து எல்லாரும் அது கேட்கறது உண்டு. இட்ஸ் பிகாஸ் இட் இஸ் மோர் என்டர்டைனிங் ஃபிலிம் ஆகிறதுக்கு உண்டானது. பட் இப்போது வி ஆர் டாக்கிங் ஆல்சோ லைக் இப்போது 3BHK, டூரிஸ்ட் ஃபேமிலி, இது எல்லாம் நல்ல எமோஷ்னலான ஒரு லைட் ஹார்ட்டட் ஃபிலிம். பட் இட் இஸ் ரன்னிங் குட். ஒரு நல்ல எக்ஸ்சேஞ்ச் ஃப்ரம் മലയാളം ആൻഡ് തമിഴ് ഇസ് ഹാപ്പനിങ്. കാക്കമുട്ടയൊക്കെ ലോ ബഡ്ജറ്റ് പടല്ലേ, പെരിയാർ മമ്മൂക്ക അടക്കം പലപ്പോഴും സംസാരിച്ചിട്ടുള്ള പെരിയാറും പെരുമാളും മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സിനിമകളിലൊന്നാണ്. അതൊന്നും അധികം ബഡ്ജറ്റുള്ള പടങ്ങളല്ലല്ലോ. കാക്കമുട്ട is also like very low budget. Yeah. So இப்போ the acceptance is good. இப்போ മലയാളത്തിൽ நிறைய കമേഴ്ഷ്യൽ എലിമെന്റ്സ് இருக்கிற ഫിലിംസ് ഉണ്ടല്ലോ. ഇപ്പോൾ നല്ല ഫൈറ്റ്സും நல்ல சாங்ஸும். ஸோ அந்த கொலாபரேஷன் இஸ் தேர் ஃப்ரம் அங்கிருந்து கொஞ்சம் இங்கிருந்து கொஞ்சம் அப்படிங்கிற மாதிரி இட் இஸ் டெவலப்பிங் இன் அ வெரி குட் ஸ்டேட். இன்னைக்கு நல்ல படம் எது செய்தாலும் இட் இஸ் വർക്കിംഗ് அப்படிங்கிற ഫീലിംഗ് ഇസ് தேர். ഇപ്പം മീശയുടെ കാര്യം പറയുമ്പോൾ മീശ ഇല്ലാത്തൊരു സിനിമ അഭിനയിച്ചിരുന്നു, സിഗൈ. അത് ഞാൻ ഈയിടെയാണ് കണ്ടത്, യൂട്യൂബിൽ വന്നപ്പോഴാണ് കണ്ടത്. അതിൽ തീർത്തും ഒരു വ്യത്യസ്തമായ കതിറാണ് ആ സിനിമ. ഇതുവരെ കാണാത്ത കതിരിനെയാണ് ആ സിനിമയിൽ കണ്ടത്. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിനൊരു ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്താറുണ്ടോ, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് കാണുമ്പോൾ അതനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം? ஃபர்ஸ்ட் இப்போ சிகை பண்ணுறப்போ இருந்த தாட் என்னன்னா, இட் இஸ் ஃபர்ஸ்ட் ஐ ஹாவ் டு ப்ரூவ் ஃபிலிம் பேக்ரவுண்டு இல்லை. ஸோ ஹாவ் டு ப்ரூவ் தட் ஏதாச்சும் ஐ கேன் டூ இட். ஸோ அப்போ தான் தே வில் ட்ரஸ்ட் அண்ட் கிவ் சம்திங். அண்ட் வி ஆல்சோ ப்ரொடியூஸ் சிகை அந்த டைமில். ஸோ எனக்கு தட் ஃபிலிம் வாஸ் வெரி டிஃப்ரெண்ட். அண்ட் அந்த டைமில் நோ ஒன் ஹஸ் டன் டிரான்ஸ்ஜெண்டர் கேரக்டர் இன் ஃபிலிம். So that is the main thing, and I'll try to put all the effort to make it so real. And the sigaikku inga swelling because of cheeks or swelling venuna beard full and thread idu. Oh, I see. So thread idu or swelling untilla. In next day itself we shot. Thread ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുരികം ത്രെഡ് ചെയ്യില്ലേ, അതേപോലെ അപ്പോ ഷേവ് ചെയ്യാൻ പറ്റില്ല. ഷേവിന്റെ ഡോട്ട് ഡോട്ട്സ് ഓരോന്നായിട്ട് പറയും. എന്തെങ്കിലും പഴുക്കില്ലേ? അത് ആ വീർപ്പ് വേണം, പഴുത്തിട്ടുള്ള ഇത് വേണം. அந்த ஷாட்ஸ்ல when you see അതെ நல்ல அந்த ലേഡീസ് ചബ്ബി ഷോട്ട്സ്ல it will be here alone നല്ല ചബ്ബി இருக்கும். നമ്മൾ നേരെ സംസാരിച്ചിരുന്നു, ഇപ്പം കുറച്ചു നേരം മുമ്പേ സംസാരിച്ചാണ് ഈ പടത്തിന് ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങളാണ് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ക്ലാസിഫിക്കേഷന്റെ ആവശ്യകത ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ടെക്നിക്കൽ റീസൺ ആണോ? ടെക്നിക്കലി ഇൻ ദ സെൻസ് ഈ കുട്ടികൾ കാണേണ്ടത് എങ്ങനെയാണ്, കുട്ടികൾക്ക് കാണാവുന്നതാണോ, കുട്ടികൾ ആരുടെ ഒപ്പം ഇരുന്ന് കാണണം എന്ന് പറയുന്ന പ്രായത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് ആ ക്ലാസിഫിക്കേഷൻ വരേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കേഷൻ UA 13+ ആണ്. അപ്പോൾ 13 വയസ്സിന് മേൽ പ്രായമുള്ള ആർക്കും ഒറ്റയ്ക്കും ഒക്കെ ഇരുന്ന് കാണാം എന്നുള്ളത്. ഷൈൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ കുട്ടികളാണെങ്കിലും ഭയങ്കര ഫോർവേഡാണ് തോട്ട് പ്രോസസ്സിൽ ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായാലില്ലെങ്കിൽ ഇവർ ഈ സിനിമകൾ കാണില്ലേ? എങ്ങനെയെങ്കിലൊക്കെ കാണും. പക്ഷെ വളർച്ചയുടെ കാലഘട്ടം കുറച്ചും കൂടിയും എന്തിലേക്ക് അവർ തിരിയണം എന്നുള്ളത് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവില്ല. അവർക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിയാം, എന്തിനോട് വേണമെങ്കിലും ഇൻഫാക്ച്വേഷൻ തോന്നാം. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ വാറും അല്ലെങ്കിൽ ഫൈറ്റും ഒക്കെ കാണുന്ന പിള്ളേരിൽ ഇൻഫാക്റ്റഡ് ആവാം ചിലപ്പോൾ. അങ്ങനത്തെ
അത് കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നല്ല. 5 പിള്ളേരും 5 രീതിയിൽ എടുക്കുക ഒരു കാര്യത്തിന്. അപ്പോൾ ആ സമയങ്ങൾ കുറച്ച് കെയർ ആയിരിക്കണം. നമ്മൾ പണ്ടാണെങ്കിലും നമ്മൾ ഓവർ സെക്സ് ആയിട്ടുള്ള മൂവീസ് നമ്മളൊക്കെ കാണിക്കായിരുന്നില്ല പാരൻസ്. അവരെങ്ങനെയെങ്കിലൊക്കെ മറപ്പിക്കും. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞെങ്ങനെയാണ് ജനിക്കുക എന്ന് ഒരു കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു പറയും ദൈവം തന്നതാണെന്ന് പറയും, അമ്മയ്ക്കും അപ്പയ്ക്കും. ഒരു കൊച്ചു പറയും വയറ് കീറിയിട്ടാണ് വന്നതെന്ന് പറയും, വയറ് കൂടിയാണ് എടുത്തതെന്ന് പറയും, മാർക്കറ്റിൽ നിന്ന് കിട്ടിയെന്ന് മാർക്കറ്റിൽ പിന്നെ തവിട് കൊടുത്ത് വാങ്ങി. ചിലവര് പറയും പിന്നെ എവിടെ നിന്ന് കളഞ്ഞു കിട്ടിയതാണെന്ന്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. കറക്റ്റായിട്ട് എങ്ങനെയാണ് വന്നത് എന്ന് ഒരു കുട്ടിക്കും ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. അതറിയുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർക്കത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതികളിലൂടെയൊക്കെ ആയിരിക്കും. ഞാൻ ആദ്യം ചെറുപ്പത്തിൽ സിനിമ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ നശിച്ചു എന്നൊരു പെൺകുട്ടി വന്ന് പറയുന്നത് അതിന് തൊട്ടു മുന്നത്തെ സീനിൽ നായകൻ ആരെങ്കിലും പെൺകൊച്ചിന്റെ വയറ് തൊട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു വയറിൽ തൊട്ടാ കൊച്ചുണ്ടാവും. വയറിൽ തൊടുന്ന സീൻ കാണിച്ച പിന്നെ അമ്മ ഞാൻ നശിച്ചു. അപ്പൊ ഞാൻ പരമാവധി മാക്സിമം വയറിൽ തൊടാതെ എങ്ങനെ പോവാം. ഉമ്മ വയ്ക്കുന്നതൊന്നും പ്രശ്നമില്ല, വയറമ്മയാണ് തൊടാതിരിക്കേണ്ടത്. തമിഴില് ഉമ്മ എനിക്ക് അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാവാൻ എടുക്കുന്ന ഒരു ആർക്കും കുട്ടിക്കാലത്ത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നീട് അത് ചിലപ്പോൾ കുറെ പേർക്ക് കല്യാണത്തിന് ശേഷമാണ് പ്രോപ്പറായിട്ട് ഇതിന്റെ കാരണം നമ്മുടെ എഡ്യൂക്കേഷനിൽ മെയിൻ ആയിട്ട് ഒരു സ്ത്രീ എന്താണ്, ഒരു പുരുഷൻ എന്താണ്, ഇവരുടെ ഓർഗൻസ് എന്താണ്, ഇവര് തമ്മിലുള്ള സെക്ഷലി എന്താണ് സെക്സ് എന്നുള്ളത് മാത്രമാണ് പഠിപ്പിക്കാത്തത്. ക്ലാസ്സിൽ പോലും സ്കിപ്പ് ചെയ്യും ടീച്ചർമാര്. ഇല്ല, അതാണ് ചെറുപ്പത്തിൽ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കാതെ റഷ്യൻ യുദ്ധവും മറ്റേ വിപ്ലവവും ഈ വിപ്ലവവും പഠിപ്പിച്ചിട്ട് റഷ്യക്കാരോടും അമേരിക്കാരോടൊക്കെ പൊറുക്കാൻ നമുക്ക് പറ്റും, പക്ഷെ അടുത്തിരിക്കുന്ന കുട്ടീനോട് പൊറുക്കാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായി? അപ്പൊ അത് എഡ്യൂക്കേഷനിലേ വരേണ്ട മാറ്റങ്ങളാണ്. അങ്ങനെയൊക്കെ എഡ്യൂക്കേഷനിൽ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികൾക്ക് എല്ലാ ടൈപ്പ് പടങ്ങളും കാണാമെന്ന് തോന്നും. അപ്പൊ അവർക്ക് തന്നെ ഒരു അവബോധം ഉണ്ടാവും ഏത് കാണണം ഏത് കാണണ്ട. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ആയിട്ട് എന്താണോ റിയൽ ലോജിക്കലി എന്താണോ കാണിക്കാൻ പറ്റുന്നത് അത് അതേപോലെ കാണിക്കണം. അല്ലെങ്കിൽ ഈ വയറ് തൊട്ടിട്ട് കൊച്ചുണ്ടാവുന്നു, പിന്നെ 2 പൂവ് അടുക്കുമ്പോ കൊച്ചുണ്ടാവുന്നു എന്നുള്ളത് കാണിക്കുമ്പോ, പിന്നെ ഈ ഡ്രഗ് സീക്വൻസിലാണെങ്കിലും ഒരു കഞ്ചാവ് വലിച്ചിട്ട് ആഗസ്റ്റ് ചെന്താമര എന്നൊക്കെ പറയുമ്പോ, പിന്നെ നമ്മൾ ഈ സ്നോട്ടിങ് സീൻസ് ഒക്കെ കാണിച്ചിട്ട് ആൾക്കാരെ കൊല്ലാൻ പോവുക, അയാൾ ഭയങ്കര എക്സെൻട്രിക് ആവുക. ആക്ച്വലി അങ്ങനത്തെ സീക്വൻസുകളൊന്നും നോർമലി ഇല്ല. അതൊക്കെ മിസ്ലീഡിങ് ആണ്. അങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സിനിമ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും കടലിൽ പോവാത്ത ആൾക്കാർ കടലിന്റെ പടം ചെയ്യുന്നില്ലേ, ചന്ദ്രനിൽ പോവാത്ത ആൾക്കാർ ചന്ദ്രനിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ സ്പേസിൽ പോയിട്ടുള്ള കഥകൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊന്നും കറക്റ്റ് ഇൻഫോർമേഷൻസ് ആയിരിക്കില്ല. അതുകൊണ്ട് ഇത് പല രീതിയിലാണ് ആളുകളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അത് പിന്നെ അതേ രീതിയിലേ വളരും, അത് മാറില്ല. ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള സാധനം നമ്മൾ കൊച്ചുങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, അവരുടെ മുന്നിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ, അവർക്ക് തെറ്റായ പല രീതികളിലൂടെ സഞ്ചരിക്കാം അവരുടെ തോട്ട്. കതിർ ഇപ്പം മീശ പോലത്തെ സിനിമകൾ അഭിനയിക്കുന്നുണ്ട്, തമിഴിലും ഇത്തരം സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. ഒരു സ്റ്റാർ ഇമേജിൽ ഒരിക്കലും കതിർ സ്വയം കാണിച്ചിട്ടില്ല. അതിൻ്റെ ഒരു PR-ലും കതിർ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനത്തെ ഇവൻറ്റ്സിൽ ഞാൻ കതിറിനെ കണ്ടില്ല. ഒരുപക്ഷെ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കാം. ഇതൊരു ബോധപൂർവമായിട്ട് അങ്ങനെ പോവാത്തതാണോ? ഫസ്റ്റ് ഫിലിംസ് വர்றதுக்கு முன்னாடி ஐ ஹவ் நெவர் பின் ஆன் அ ஸ்டேஜ். ஸ்டேஜ் ஷோவில் சும்மா ஸ்டேஜ் கூட போனதில்லை. ஐ டோன்ட் ஈவன் நோ எப்படி நான் சினிமாவுக்கு வந்தேன். மை ஃப்ரெண்ட்ஸ் ஆல் வில் பி லைக் உனக்கும் சினிமாவுக்கும் சம்மந்தமே இல்லை, சினிமாவில் என்ன கனெக்ஷன். யா, அண்ட் ஐ ஹவ் ஹியூஜ் ஸ்டேஜ் ஃபியர். அண்ட் எப்பவுமே எனக்கு ஒரு ஃபீலிங் இருக்குது, என்னென்னா நான் பேசுகிறத ஒரு ஸ்டேஜ் ஃபியர் இல்லாத ஆளா நான் பேசுகிறத எதுக்கு அவங்க அவ்வளோ நேரம் உட்காந்து கேட்கணும். நான் அவ்வளோ இன்ட்ரெஸ்டிங்காக அட்வைஸிங் கொடுக்குற ஆள்லாம் இல்லை. ஸோ எனக்கு கம்யூனிகேஷன் இஸ் குட். எங்கே போனாலும் ஈவன் இஃப் இட் இஸ் எ ஸ்டேஜ் ஐ வாண்டட் ஒன்லி கம்யூனிகேட். நீ எதாவது கேளு, ஐ டெல் இட். நான் மட்டும் என்னமோ பேசிட்டு போகிறதுக்கு இங்கே வரலைங்கிற ஒரு இது இருக்கும். அண்ட் ஜென்ரலி கொஞ்சம் ப்ரைவேட் பர்சன். ஸோ வெளியில் இல்லை, பட் கம்பல்ஷன் தட் ஐ வில் ஹாவ் டு. இப்போது மூவிஸ் இதுன்னு வந்தது, நிறையா ஷோஸ் போகிறது பிடிக்காது. ஸோ அது பர்சனல் கேரக்டர்னால ஐ டோன்ட் கோ அவுட். பட் ப்ரொமோஷன்ஸ் வில் ஹாவ் டு டூ எனி டே. எப்போவாச்சும் ப்ரொமோஷனே இல்லாமல் நம்ம படம் நல்லா ஓடும் அப்படிங்கிற மாதிரி ஒரு சுச்சுவேஷன். So how you become friend with Vijay? Vijay also very shy.
വിജയ് ഓൾസോ വെരി റിസർവ്ഡ് പേഴ്സൺ. Now you are like correct friends and രണ്ടുപേരും അധികം സംസാരിക്കാത്ത ഫ്രണ്ട്സ്. ഇത്രയും സിനിമകൾ ചെയ്തുകൊണ്ട് എന്തായാലും മാസ് പടങ്ങൾ ചെയ്യാനുള്ള ഓഫേഴ്സ് ഇഷ്ടം പോലെ വന്നു കാണും. അതായത് സ്ലോ യു മോഷൻ. ആക്ടഡ് വിത്ത് വിജയ്. Which one? Bigil. Oh, that's a mass movie, no? അല്ല, പുള്ളി ലീഡില് ഒരു മാസ് മൂവി അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹാവ് യു ഡൺ? no, அந்த மாதிரி ஒரு மாஸ் അത് തന്നെ വിജയ് സാർ പോലത്തെ ഒരു മാസ് മൂവി അങ്ങനെ ഒരു acceptance should be there. அது you should build it. ஃபர்ஸ்ட் படம் வந்து if you are doing something like that, அதுக்கு அந்த மாதிரி ஒரு பெரிய strong film or the ബേസ് വേണം. base മാത്രമല്ല, story also should be like that. அப்போதான் அந்த இப்போ ஃபார் எக்ஸாம்பிள் கேஜிஎஃப், அதுக்கு பின்னாடி அந்த பட்ஜெட்டும் அந்த பில்டப்ஸும் அந்த ஷார்ட்ஸும் அந்த டைரக்டரோட கான்ஃபிடன்ஸ் எல்லாம் ஐ ஸ்டில் டென்ட் கெட் தட். பட் இப்போ ஐம் ஜஸ்ட் டூயிங் ஒரு கேங்ஸ்டரோட பயோபிக் ஃப்ரம் கன்னியாகுமரி, தமிழில் when produced by Vigadan. அது போச்சு. தட் இஸ் ஒன் ஸ்டெப் விச் ஐ ஹவ் நாட் டன். அப்புறம் மீஷாலையும் அந்த செகண்ட் ஃபாரஸ்ட் போர்ஷனில் இருக்கிறது, இட் இஸ் நாட் லைக் அ மாஸ் ஃபிலிம், பட் ஒரு ஹை எனர்ஜி, ஒரு டுவர்ட்ஸ் வில்லன், டுவர்ட்ஸ் நெகட்டிவ் ஷேடுக்கு இருக்கிற ஒரு பர்ஃபார்மன்ஸ். ஸோ ஐ எம் ஆல்சோ எக்ஸ்ப்ளோரிங். ஸோ அந்த மாதிரி ஒரு படம் வித் something interesting, if it comes, I will do. Yeah, but right now in the state to ஒரு ஃபன் rom-com படம் காமெடி பண்ணணும்னு தான் இப்போ I'm searching for. ഈ സിനിമയിൽ ഇനി ഹക്കീമുണ്ട്, സുധിയുണ്ട്, ഇവരെയൊക്കെ ക്യാരക്ടർ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും വരുന്നത്. ഒരു കാര്യം പറയാവുന്നത്, ഹക്കീമാണെങ്കിലും സുധി ആണെങ്കിലും ഇപ്പോൾ കതിർ, ഷൈൻ, ശ്രീകാന്ത് മുരളി, ഇങ്ങനെ ഒരു പെർഫോമേഴ്സിൻ്റെ ഒരു നിരയുണ്ട് നമുക്ക്. ഇവരെല്ലാം ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂവിയിൽ. അപ്പോൾ ഈ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ കിക്ക് അവിടെ. അത് പലപ്പോഴും ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പരിസരം, കഥാപരിസരം എന്ന് പറഞ്ഞ കാടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാടും ഇതിൻ്റെ ഇൻറ്റൻസ് പെർഫോമൻസും കൂടിയുള്ളൊരു ബ്ലെൻഡ് പലപ്പോഴും ഞങ്ങൾക്ക് പലർക്കും ഭയങ്കര ട്രിപ്പായിരുന്നു. കാരണം നമ്മൾ എൻവയൺമെൻറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ സീൻ ഡിമാൻഡ് ചെയ്യുന്നത് പോലത്തെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കാട് തരുന്നുണ്ട്. ചിലപ്പോൾ കാറ്റ് കൊണ്ട്, ചിലപ്പോൾ മഴ. അത്യാവശ്യം ഈ സമയത്താണ് നമ്മൾ കഴിഞ്ഞ വർഷം ഷൂട്ട്, അതായത് മഴക്കാലത്താണ്. ഒരു തുള്ളി മഴ ഞങ്ങൾ പുറത്ത് കളഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം, എല്ലാം ഞങ്ങൾ കൊണ്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് കാറ്റത്തൊക്കെയാണ് ഈ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. അപ്പോൾ ഈ പെർഫോമൻസും ഈ കാടിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടി വന്നിട്ട്, പിന്നെ രാത്രിയും പല സീനുകളും രാത്രിയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രാത്രിയും പകലും ഉണ്ട്, രാത്രിയും കൂടിയൊക്കെ വന്നിട്ടുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി സീനുകളൊക്കെ ഒരുപാടുണ്ട്. ഈ പെർഫോമൻസ് ഒരു പ്രോമിസാണ്. നമ്മുടെ സിനിമയിലെ സീനുകളും കഥാപാത്രങ്ങളും അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് സിനിമ തന്നെ ആയിരിക്കും. അതൊരു പ്രോമിസാണ്. ഷൈൻ ഇതേ പറഞ്ഞ പോലെ ഇപ്പം ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത്, ക്യാരക്ടറിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞു, ഇതേപോലെ തന്നെ ഷൈൻ ചെയ്ത ക്യാരക്ടേഴ്സും ഒരു പക്ഷേ ഒരു സിനിമയിലെ പോലെയല്ല അടുത്ത സിനിമ എടുക്കുന്നത്, അടുത്ത സിനിമ പോലെയല്ല വേറൊരു സിനിമ ചെയ്യുന്നത്. പ്രോട്ടഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ആയിട്ടൊക്കെ ഷൈൻ പിന്നീടും ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ടൈമിലല്ല, പിന്നീടും. ഈ റിസ്ക് ടേക്കിംഗ് പ്രൊഫഷണലി ഷൈനിന് ഗുണകരമായിട്ടുണ്ടോ? ഈ റിസ്ക് ടേക്കിംഗ് എനിക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മുൻനിര താരങ്ങൾ, നമുക്ക് മുന്നേ വന്നിട്ടുള്ള താരങ്ങളാണ്. മലയാളത്തിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. കാരണം മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെങ്കിലും നെടുമുടിയാണെങ്കിലും ഏത് സുകുമാരനാണെങ്കിലും ജയനാണെങ്കിലും പ്രേംനസീറാണെങ്കിലും മുൻനിര താരങ്ങളെല്ലാവരും അവർ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മമ്മൂക്കയും മോഹൻലാലും ആണ്. ഇപ്പോൾ ജയറാമേട്ടനേക്കാളും സുരേഷ് ഏട്ടനിലും കുറച്ചുണ്ടായിരുന്നു, ദിലീപ് ഏട്ടനേക്കാളും കൂടുതൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്തിരുന്നതാണ് മമ്മൂക്കയും മോഹൻലാലും ഈ മുരളിച്ചേട്ടനും സിദ്ദിഖൊക്കെ. ഇവരൊരു പടത്തിലുള്ള പോലെയല്ല അടുത്ത പടത്തിൽ. ചിലപ്പോൾ വില്ലനായിട്ട് വരും, നെഗറ്റീവ് ഷെയ്ഡുകൾ, ചിലപ്പോൾ ചെറിയൊരു ക്യാരക്ടറായിട്ട് വരും. നസീർ സാർ പോലും വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലും മമ്മൂക്കയാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് ചെയ്തിട്ടുള്ളത്. പല ടൈപ്പ് ഓഫ് ക്യാരക്ടർ. പിന്നെ ഒരു ക്രിക്കറ്റ് ടീമിലെ 11 ഓർഡേഴ്സ്, 11 പൊസിഷൻസ്, ആ 11 പൊസിഷൻസും കളിച്ചിട്ടുള്ള പോലെ കളിക്കാരൻ എന്ന് പറയുന്ന പോലെയാണ് ഇവർ. ഈ എല്ലാ പൊസിഷനിലും വന്ന് കളിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കളിച്ചിട്ട് അവരുടെ പടാക്കി മാറ്റും. അപ്പം അത് കണ്ട് വളർന്നിട്ടുള്ളത് ഞാൻ. അപ്പോൾ നമ്മളെ ഒരു ടൈപ്പോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ മാത്രം നിർത്തിയാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല.
നമുക്ക് എല്ലാ പൊസിഷനിലും ഇറങ്ങി സെഞ്ചുറി അടിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു കമേഴ്ഷ്യൽ ബിസിനസ്സും കൂടിയാണ്. അത് ഡയറക്ടർമാർ തീരുമാനിക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങി കളിക്കാറുള്ളൂ. അതായത് ഇപ്പോൾ കോച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്ന പോലെ ഇപ്പോൾ ഡയറക്ടർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലും ഇറങ്ങി കളിക്കും. അത് ഇപ്പോൾ MC പറയുന്ന ഈ ക്യാരക്ടറാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ക്യാരക്ടറിനെ പറ്റി ആലോചിക്കില്ല. അല്ലെങ്കിൽ ഇത്ര നേരം പ്ലേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത്ര നേരം പ്ലേ ചെയ്യുള്ളൂ. കാരണം ഇത് ഡയറക്ടറുടെ കലയാണ്. ഈ എൻ്റെ ക്യാരക്ടറൊക്കെ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യത്യസ്തമായ ചുറ്റുപാടുകൾ നമുക്ക് ഒരുക്കി തരുന്ന ഡയറക്ടറും, അത് ഡയറക്ടറുടെ ക്യാമറമാനും ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂമറും കൂടി ഉണ്ടാക്കി തരുന്ന ഒരു ഡിഫറെൻറ്റ് ആംബിയൻസിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വ്യത്യസ്തമായ കഥാപാത്രമായി. പിന്നെ എൻ്റെ ഈ പടത്തിലെ ഏറ്റവും ആദ്യം എടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി കണ്ടിക്കുന്ന ഒരു സീക്വൻസാണ്. ആ സീക്വൻസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ചുറ്റുപാടാണ് അല്ലെങ്കിൽ സീനാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 ഷോട്ട് കഴിയുമ്പോൾ MC വന്നിട്ട് പറഞ്ഞു കൊള്ളാം, നന്നായി വരുന്നുണ്ടെന്ന്. അതാണ് നമ്മളെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കിക്ക്. ആൻഡ് ചേട്ടൻ சொன்னதுപോലെ അതായത് ഓഡിയൻസ് ഇസ് ഓൾസോ നോട്ട് സീയിങ് ലൈക്ക് ദാറ്റ്. ഈവൻ ഇഫ് യു ആർ ഡൂയിങ് ഒരു ക്യാരക്ടർ ഇൻ എ ഫിലിം and next if you are doing a hero or a lead in the film, they are appreciating and seeing, recognizing both of it. அதுவும் பார்க்குறாங்க. ஒரு கேரக்டர் பண்ணிட்டு நம்ம ஒரு ஹீரோ இதுன்னு பண்ணுறப்போ இந்த படம் பார்க்க மாட்டேன் அப்படிங்கிறது இல்லை. அதே ஒரு கேரக்டர் பண்ணிட்டு ஒரு ஹீரோவை பண்ணிட்டு ஒரு கேரக்டரை இதுன்னு பண்ணுறப்போ the producer, the director and the audience, everyone is seeing that character alone and appreciating that. അത് മലയാളത്തിൽ മാത്രം ഉണ്ടെന്ന് ഐ ഹാവ് എ ഫീലിംഗ്. ആൻഡ് എനിക്ക് വൈ ഐ വാണ്ടഡ് ടു ഡു മലയാളം ഇസ് ലൈക്ക് ഐ ക്യാൻ ഡു സോ മെനി തിങ്സ്. ഇപ്പോൾ മീശാല ഒരു ക്യാരക്ടർ, ഐ എം ഡൂയിങ് I am ഗെയിമിൽ ഒരു പാർട്ടാக இருந்தாலும் I am not worried about okay I can't do any other Malayalam films which is big enough. அந்த மாதிரி எனக்கு ஒரு தாட் இல்லை. If it is Tamil, maybe I would have thought about it. What is the biggest happiness you have as an actor? I think it's a day-to-day process for me. Biggest happiness happens ஒரு சீனு கழிஞ்சு அந்த டே முடிஞ்சு போகிறப்போ if the director is talking about அந்த சீனில் இந்த பெர்ஃபார்மன்ஸ் நல்லா இருக்குன்னு என்னைக்கு எவ்ரி டே if they tell that is high. And ஆக்டரோட it is not contented. இன்னைக்கு இதை நல்லா பண்ணிட்டோம்னா நாளைக்கு வேறு ஏதாவது ஒன்று நல்லா பண்ணணும்னு இருக்கும். ஓகே நல்லா பண்ணிட்டோம் ஹாப்பி அப்படின்னு தீரல. எவ்ரி டே இட் இஸ் லைக் தட். எவ்ரி ஃபிலிம் இஸ் இட் இஸ் லைக். ആൻഡ് ദറ്റ് ഈസ് ദ ഹൈ, ദറ്റ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് കതിർ, ഷൈൻ, MC. പടത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. കൂടുതൽ ഗംഭീര ചിത്രങ്ങൾ ഉണ്ടാവട്ടെ നമ്മൾ ആശംസിക്കുകയാണ്. താങ്ക് യു. ഓഗസ്റ്റ് 1 തിയേറ്ററിൽ ഓഗസ്റ്റ് 1 എല്ലാവരും വരിക. ഓഗസ്റ്റ് 1 മമ്മൂക്കയുടെ പടമല്ലേ? അതെ അത് ഓർത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.